അന്നേരം കോഴിക്കോട് വിംസ് ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില വെല്ലുവിളികൾ തരുമ്പോഴാണ് നമ്മൾ ദൈവത്തെയും ഈശോയൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നതെന്ന് ഞാൻ തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് എൻ്റെ സാക്ഷ്യം. 22/10/2022 ഞാൻ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി വൻ തകർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നതെന്ന ഒരു സത്യമാണ് ഞാനിവിടെ നിർത്തുന്നത്. ഒരു 1.5 മാസം മുമ്പ് ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റൽ ICU സ്റ്റാഫായി വർക്ക് ചെയ്യുകയാണ്. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ നാവിൻ്റെ റൈറ്റ് പോർഷനിൽ ചെറിയൊരു വൈറ്റ് കളറിൽ നമുക്ക് വിറ്റാമിൻസ് കുറവൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വെള്ളപ്പാടുണ്ടാകുകയും ഏകദേശം 1-2-3 മാസം അതിങ്ങനെ തുടർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭക്ഷണത്തിൽ നമ്മുടെ വിറ്റാമിൻസ് കുറവൊക്കെ ഞാൻ ബി കോംപ്ലക്സ് ഗുളികയൊക്കെ ഞാൻ തന്നെ മേടിച്ച് കഴിച്ചു, കുറവില്ല. അപ്പോൾ ഞാൻ ICU ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബിജീഷ് അത് വിറ്റാമിൻസിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞ് അവരും 1 ടാബ്ലറ്റ്സൊക്കെ കുറിച്ച് തന്നു. ഞാൻ അതും കഴിച്ചു. അത് കഴിച്ചിട്ടും എനിക്ക് അത് മാറിയില്ല, പൂർണ്ണമായിട്ടും മാറിയില്ല. അവരണം കൂടിക്കൂടി വന്നു. അപ്പോൾ വീട്ടിൽ ഇത് പറഞ്ഞപ്പോൾ വൈഫും അമ്മയെല്ലാം പറഞ്ഞു, നീ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേഴ്സാണെങ്കിൽ പോലും ബയോപ്സി ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എന്തായാലും ഡോക്ടർ ബയോപ്സി എടുത്തു. അവർ പറഞ്ഞു റിസൾട്ട് വരാൻ ഏകദേശം 3 ആഴ്ച എടുക്കുമെന്ന് പറഞ്ഞു. ബയോപ്സി എടുത്തു. ഞാൻ തിരിച്ചു പോന്നു, വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറന്നുപോയി, ഒന്നും ചിന്തിച്ചൊന്നുമില്ല. ഏകദേശം ഒരു 3 ആഴ്ച അവർ പറഞ്ഞ സമയമായി 3 ആഴ്ച കഴിഞ്ഞു. ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും കൂടെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു നോക്കി, നേഴ്സാണല്ലോ, വായിച്ചു നോക്കിയപ്പോൾ എനിക്കെന്തോ എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ നേഴ്സാണ്, ഞാൻ അവനെ വിളിച്ചു, എടാ ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് അവൻ വാട്സപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാട്സപ്പ് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്തോ സംതിങ് ആണ് തോന്നി. ഡോക്ടറെ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു. അപ്പോൾ അന്നേരം ഞാനും ചേട്ടനും മോനും ഉണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പേഷ്യൻ്റ് ആരാന്ന് ചോദിച്ചു. അപ്പം പേഷ്യൻ്റ് ഞാൻ ചോദിച്ചു എന്നാ സാറേ. അപ്പം ഡോക്ടർ കോട്ടയം മെഡിക്കൽ ഡോക്ടർമാർ രീതി അവർ പെട്ടെന്ന് തന്നെ മുഖത്തടിച്ചു. ഒരു വലിയ ഇതൊന്നും സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ അവർ പറഞ്ഞു ഇയാൾക്ക് നാവിൽ ക്യാൻസറാന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നാ പറഞ്ഞത്, എനിക്ക് തലയ്ക്ക് ആകപ്പാടെ വട്ട് പിടിക്കുന്നവരൊക്കെ തോന്നി, ആകപ്പാടെ തളർന്ന് വീഴുമെന്ന് പോലെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ ഓൺകോളജി സെക്ഷൻ ഡോക്ടറെ കാണണം, അപ്പോൾ അവിടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടൻ മോനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ചേട്ടൻ മോൻ പറഞ്ഞു അപ്പോൾ അവർ വിഷമിക്കുമൊന്നും വേണ്ട, എല്ലാത്തിനും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്,